ഇത് മനസ്സിന്റെ ചെറുപ്പമായി വെക്കുന്നതുകൊണ്ട് സംഭവിക്കുന്നത്? ഞാൻ പിള്ളേരൊക്കെ ആയിട്ട് കമ്പനി അടിക്കും, പയ്യന്മാരൊക്കെ ആയിട്ട്. അവർക്ക് ബിയറൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവരത് കിട്ടും എന്തെങ്കിലും. ഇതറിഞ്ഞെങ്കിൽ 2 കമ്പനി അടിക്കായിരുന്നു. യവന്മാരൊന്നും അറിഞ്ഞു വന്നു. വേറെ പിള്ളേരൊക്കെ ഉണ്ട് ഇതിട്ട്. അത് കുറച്ച് ലോക്കലായിട്ട് നടക്കുന്ന പയ്യന്മാരാണെങ്കിലേ പറ്റുള്ളൂ. അമ്മയുടെ കയ്യിലേക്ക് ഇങ്ങനത്തെ വാക്കുകളെ കിട്ടുള്ളൂ. പലതുണ്ട്. ഈ നമ്മുടെ പലപ്പോഴും വളരെയധികം സഫസ്റ്റിക്കേറ്റഡ് ഒക്കെ ആയിട്ട് സംസാരിക്കുന്ന സ്ഥലങ്ങളെക്കാളും കൂടുതലേ ചില മദ്യപാന സദസ്സുകൾ അല്ലെങ്കിൽ ചില സൗഹൃദ സദസ്സുകൾ അവിടെയാണ് കുറച്ചുകൂടി നമ്മൾ ഓപ്പൺ അപ്പ് ആവുന്നത്. അങ്ങനത്തെ സ്ഥലങ്ങളെ കുറച്ചുകൂടി അങ്ങനെയുള്ള സ്ഥലത്തിരുന്നാലും ഇതൊക്കെ കിട്ടുള്ളൂ. അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയി ഇരിക്കുന്ന ഇടയ്ക്ക് അവരവിടെ നിന്നാണ് പിടിച്ചോണ്ടിരുത്തി. നമുക്ക് എല്ലാ തലത്തിലുള്ള കൂട്ടുകാരും വേണം. കൂട്ടുകാരൻ മീൻസ് പരിചയക്കാരെങ്കിലും വേണം. കുറെ സംഭവങ്ങൾ കിട്ടും. അല്ല, ഇപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്തുനിന്ന് കണ്ട ആരുടെയും സ്വഭാവം ഇപ്പൊ വ്യസന സഭയത്തിലത്തെ കരയോഗം പ്രസിഡന്റിന് കൊണ്ടുപോയി ചേർക്കാം, അങ്ങനെയൊക്കെ ബോധപൂർവ്വം ആലോചിക്കും. അങ്ങനെ ചെയ്യാറില്ല, ബോധപൂർവ്വം ചെയ്യാറില്ല. എന്തെങ്കിലും ആ സിറ്റുവേഷൻ ചേരുന്ന ഒരു സാധനം എന്തെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അത് ഇതിന് മാറ്റി വെച്ച് വെച്ചും അത് ചിലപ്പോൾ കറക്റ്റായിരിക്കും, മിക്കവാറും കറക്റ്റായിരിക്കും. പുതിയ സംവിധായകരുടെ അടുത്ത് സിനിമകൾ ചെയ്യുന്നുണ്ടല്ലോ. പണ്ട് നമ്മള് കൃത്യമായിട്ട് ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് റിഹേഴ്സ് ചെയ്ത് ഇത്ര ഫിലിമേ ഉള്ളൂ. നമുക്ക് ഫിലിം ആടുന്ന സമയത്ത് റിഹേഴ്സൽ കൂടുതലുണ്ടായിരുന്നു. അന്നൊരു ഡിസിപ്ലിൻ ഉണ്ടെന്നും ഇന്ന് ഡിസിപ്ലിൻ കുറഞ്ഞെന്നും അങ്ങനെ പൈസയായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഉറപ്പായിട്ടും ഡിസിപ്ലിൻ കുറഞ്ഞിട്ടുണ്ട്. കാരണം ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഒരു ടെൻഷനുണ്ട്, തെറ്റാൻ പാടില്ല എന്ന്. കാര്യം അന്ന് ഫിലിമിന് ഭയങ്കര വിലയുള്ള കാലമാണ്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ എത്ര ടേക്ക് വേണമെങ്കിലും എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഭയങ്കര സീരിയസ്നെസ് കുറഞ്ഞു വരുന്നുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. ഈ സിനിമ വന്നിട്ടേ ശരീരവും സൗന്ദര്യമൊക്കെ ശ്രദ്ധിക്കണം, അങ്ങനത്തെ ചിന്തകൾ ഒരു ദിവസത്തെ ഡയറ്റ് ഒന്ന് വിവരിക്കാമോ? ഭക്ഷണത്തിന് ശേഷമുള്ള ഡേറ്റ് ആണ്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. എനിക്ക് ഒരു ദിവസം മൊത്തം ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഇല്ല, നേരത്തെ എത്ര മണി ഒരു സമയം? ഒരു കാപ്പി കുടി, കാപ്പി കുടിക്കും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോൾ 8 മണി, ചിലപ്പോൾ 9 മണി. എന്തുണ്ടോ അത് കഴിക്കും. അപ്പം ആണെങ്കിൽ ഒരു 3 അപ്പം. സാധാരണ മനുഷ്യൻ കഴിക്കും പോലെ. അതായത് പ്രൊഡക്ഷനിലാണെങ്കിൽ ഉച്ചയ്ക്ക് ചപ്പാത്തി കഴിക്കും, ഉച്ചക്കത്തെ പറയും. ഉച്ചയ്ക്ക് ചോറ്, മീൻ കറി. ചോറ് കാർബോഹൈഡ്രേറ്റ്സ് ആണല്ലോ, അപ്പൊ കുറയ്ക്കാം, ഇത്ര അളവ് കഴിക്കാം. അങ്ങനെ റേഷൻ കടയിൽ ചെന്നിട്ട് കാർബോഹൈഡ്രേറ്റ് ഒന്നും ചോദിച്ചോ കാര്യം. നമ്മള് ചോറാണെങ്കിൽ ചോറ് കിട്ടണ ഭക്ഷണം. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ജന്മന തടിയുള്ള ഒരു വെള്ളം കുടിച്ചാലും നമ്മൾ വെള്ളം വയ്ക്കും. അച്ഛനും അത് കിട്ടും, കുറച്ചൊക്കെ പാരമ്പര്യം കിട്ടും നമുക്ക്. ഈ ബൈചേട്ടൻ്റെ ഒരു എക്സസൈസിന്റെ ഒന്ന് പറഞ്ഞുതരും. ഞാനൊരു 15 വയസ്സ് തൊട്ട് ഡോജയിൽ പോയിക്കൊണ്ടിരുന്ന ആളാണ്. ഞാനൊരു 20 വയസ്സ് വരെയൊക്കെ ഡോജയിൽ പോയിട്ടുണ്ട്. കരാട്ടെ ക്ലാസ്സിൽ അവിടെ നിന്നാണ് നമുക്ക് ഇസ്ബാക്ക് കിട്ടിയത് കേട്ടോ. അവിടെ ഭയങ്കര അബ്ഡോമിന് ഭയങ്കര ഹാർഡായിട്ട് എക്സസൈസ് ചെയ്യിപ്പിക്കും അന്നൊക്കെ. ഞാൻ ഷോർട്ട് ഡ്രീവ് എന്ന് പറഞ്ഞ സ്റ്റൈലിലാണ് പഠിച്ചത്. ഞാൻ ബ്രൗൺ ഫസ്റ്റ് വരെ പോയി. അത് കഴിഞ്ഞാൽ പിന്നെ ബ്ലാക്ക് ബെൽറ്റ് ആണ്. അത് അന്ന് കിട്ടാൻ വലിയ പാടാ, ഇടി കൊണ്ട് ചത്തു. അതുകൊണ്ട് ഞാൻ പോയി. ഭയങ്കര പാടാ. ഇപ്പൊ ഈ ചുമ്മാ പിള്ളേരൊക്കെ ബ്ലാക്ക് ബെൽറ്റ് കിട്ടി ഇടങ്ങുന്നില്ല. അതുപോലെ അല്ലേ അന്ന് ചെന്നൈയിൽ പോകണോ ബാംഗ്ലൂർ പോകണോ, അവിടെ പോയി സ്പാറിംഗ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഇടിച്ച് നശിപ്പിച്ചുള്ള ഈ സംഭവം. അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് ബെൽറ്റ് എടുക്കാൻ പോയില്ല, ബ്രൗണോട് കൂടി സ്റ്റോപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ 20 വയസ്സ് കഴിയുമ്പോൾ ജിമ്മിൽ പോകുമായിരുന്നു കുറേ കാലം. അന്ന് കോലമഞ്ഞ ജിമ്പൊക്കെ അതുപോലത്തെ വലിയ സംവിധാനമൊന്നുമില്ല. പക്ഷെ അന്ന് ഞാൻ ഒരുപാട് പുഷപ്പൊക്കെ ചെയ്യുമായിരുന്നു. പുഷപ്പ്, കസർത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ ആൾക്കാർക്ക് അറിയാമെന്ന് തോന്നുന്നു. പിന്നെ പാരൽ ബാറിൽ നന്നായിട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു 26 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും അത് നിന്നുപോയി. ഇത് നിർത്തിയാൽ പെട്ടെന്ന് പോവും. ഈ മസിലുണ്ടാക്കി ഈ ജിമ്മിൻ്റെ ഒരു പ്രശ്നം അതാണ്. നമ്മൾ വർക്കൗട്ട് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കും, നിർത്തിയാൽ ഇത് പോവും. പിന്നെ ആ ഷേപ്പൊക്കെ എങ്ങനെ കിടക്കും എന്നുള്ളതേ ഉള്ളൂ. അപ്പം 26 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേനും കല്യാണം കഴിച്ചു. പിന്നെ ജിമ്മിലൊന്നും പാടായി. പിന്നെ ഷട്ടിൽ കളി തുടങ്ങി. ഷട്ടിൽ റെഗുലറായിട്ട് കളിച്ചോണ്ടിരുന്നു. അതിപ്പോൾ ഈ അടുത്ത കാലം വരെ ഇപ്പോഴും കളിക്കുന്നുണ്ട്. ഇതൊക്കെ ഉള്ളൂ. ഇപ്പൊ ഡയറ്റിലാണോ? ഞാൻ ഡയറ്റൊന്നും ചെയ്യാറൊന്നുമില്ല. ഞാൻ ഒരുപാട് കഴിക്കാറില്ല, പക്ഷെ അത്രേ ഉള്ളൂ. ഡയറ്റൊന്നുമില്ല എനിക്ക്. ഞാൻ ഒരുപാട് ഭക്ഷണം കഴിക്കില്ല, വയറ് നിറയുന്നവരെ കഴിക്കില്ല. പിന്നെ ഇപ്പോഴും ഞാൻ സമയം കിട്ടിയ ജിമ്മിലൊക്കെ പോകും.
ഇപ്പൊ കുറച്ച് ദിവസമായി ചെയ്തിട്ട്, ഒരു 3 മാസമായി. ഞാൻ ഷൂട്ടിങ്ങിന്റെ തിരക്കാരന് എനിക്ക് പോകാൻ പറ്റിയില്ല. ജോമൻ ഇപ്പൊ ഈ വ്യസന സമയത്തില് മസിലൊക്കെ കാണിക്കുന്ന ഒരു അത് മസിലല്ല, മൺവട്ടിയാണത്. അല്ല, കയ്യിലെ ടാറ്റു കാണിക്കുന്ന. അപ്പൊ അതിന് വേണ്ടിയൊരു ഡയറ്റ് നോക്കാം, അതിന് വേണ്ടിയൊരു വർക്കൗട്ട് പിടിക്കാം. ഡയറ്റ് ഒന്നും എടുത്തിട്ടില്ല. നോർമലി നീ ഡയറ്റ് ആണ് ഞാൻ കണ്ടത്. നിന്റെ റൂമിന്റെ ഫ്രണ്ട് 2 കാരിയർ ഇരിക്കണം. നോർമലി കഴിക്കുന്ന അല്ല, ഈ ലൊക്കേഷന്റെ അടുത്താണ് കട്ടച്ചക്കുഴി. നല്ല നാടൻ കുഴി എന്ന് ഉച്ചയ്ക്ക് അവിടെ പോയിട്ട് രാവിലെ ഇവരെ സീക്വൻസ് എടുത്തിട്ട് ഇവരൊക്കെ പോകും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുള്ളൂ. 2 സെക്ഷനാണ്. കാരണം ഞങ്ങൾ വരുമ്പോൾ ഇവർ നേരെ കട്ടച്ചക്കുഴി പോകും. നാടൻ കോഴി പെറിട്ട് ഇരിക്കുന്നുണ്ട്. ഷൂട്ട് ചെയ്തതിന്റെ അടുത്തായിരുന്നാ? ആ, എന്റെ അടുത്തല്ലേ. അന്ന് അറിഞ്ഞില്ല. പോയിട്ടുണ്ട്. സിജുന് അങ്ങനെ ഉണ്ടോ ഒരു ഡയറ്റ് പ്ലാൻ? അങ്ങനെയൊന്നുമല്ല. നൈറ്റ് ഫുഡ് ഒന്നും കഴിക്കാറില്ല. കഴിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ ഇപ്പൊ ഒന്ന് കൺട്രോൾ ചെയ്തിട്ടുണ്ട്, കുറച്ചിട്ടുണ്ട്. 8 മണിക്ക് ശേഷം അങ്ങനെയൊന്നുമില്ല. ഈ പറയുന്ന പോലെ ഭക്ഷണം കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഒരുപാട് കഴിക്കാതിരുന്നാൽ മതി, വയറ് നിറയുന്നവരെ കഴിക്കാതിരുന്നാൽ മതി. പക്ഷെ ചില ഭക്ഷണം കണ്ട് കഴിച്ചു ഉച്ചയ്ക്ക് ഊണൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആണ് ഇന്ന് തന്നെ ഇവിടെ റൊട്ടി തിന്നിട്ട് ഞാൻ ചോറ് പുളിച്ചേരി ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു നമുക്കൊരു ക്ഷീണം വരുമോ? റൊട്ടിയും തിന്നു പോയണ്ട. ഞാൻ ആദ്യം കണ്ടപ്പോ പിന്നെയാണെന്ന് ഞാൻ നല്ല മീൻകറി പുളിച്ചേരി ഇരിക്കുന്നു. സിനിമയുടെ 2ാം വരവിന് ശേഷം അന്ന് ഈ ഷാജിയൊക്കെ ഹിറ്റ് ആയപ്പോഴ ശേഷം ഒരുപാട് സെൻട്രൽ ക്യാരക്ടർ ആവാൻ വേണ്ടി ഒരുപാട് സ്ക്രിപ്റ്റുകൾ വരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. ആ സമയത്താണ് കോവിഡ് വന്നത്. ഓക്കെ, അതോടുകൂടി വീണ്ടും ഷെഡിലായി. പ്രോജക്ട് പോയെന്നറിയാം. എത്ര പടം പോയി നീ? അല്ല, അതല്ല, പടം കഴിഞ്ഞിട്ട് 2020-19 റിലീസ് ചെയ്ത പടമാണ്. 2021 കോവിഡ് വന്നില്ലേ, ആ സമയത്ത് കുറെ പടം ചെയ്തേ. വീണ്ടും അതിന്റെ ഫ്ലോ അങ്ങ് പോയി. നിങ്ങൾക്കൊക്കെ ഈ ഒറ്റയ്ക്ക് നായകനായിട്ട് സിനിമകൾ വരുന്ന സമയത്ത് അത് എടുക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കുന്നത് ഏത് ഘട്ടത്തിലാണ്? സ്ക്രിപ്റ്റ് നല്ലതാണ്, വരുന്ന ടീമിന് സാമ്പത്തിക അവസ്ഥ പോലെ ഇരിക്കും. എടുക്കണോ വേണ്ടോ? ഒരുപാട് പണം ഓഫർ ചെയ്ത ബൈചേട്ടൻ ഒരു മോശം സിനിമ ഏറ്റെടുക്കോ? ഇല്ല. ഞാൻ ഒരുമാതിരി കൊള്ളാവുന്ന പരിപാടികളിലൊക്കെ നിൽക്കാറുണ്ട്. തീരെ മോശമായിട്ടുള്ള പരിപാടിക്ക് പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ പോകാറ്. നിങ്ങൾ ഇവിടെ ഇറങ്ങുന്ന 15 സിനിമയിൽ ഞാൻ ഉണ്ടായിരുന്നെ. ഡെയിലി പ്രൊമോഷൻ വരേണ്ടി വന്നെ. ഈ ഒരു സ്ക്രിപ്റ്റിനോടൊരു വിയോജിപ്പുണ്ട് എന്നുള്ളത് ഇതെനിക്ക് വർക്കായില്ല അങ്ങനെ തന്നെ അങ്ങ് പറയുക ചെയ്യുന്നത്. ഞാൻ ചെയ്തത് ശരിയാവില്ല, ഈ പരിപാടി ഞാൻ ചെയ്തത് ശരിയാവില്ലെന്ന് ഞാൻ മാറും. നോബി ചേട്ടൻ എങ്ങനെയാ ഒരു സ്ക്രിപ്റ്റിനോട് വേണ്ടെന്ന് പറയാ? അയ്യോ, ഞാനൊന്നും പറയില്ല. ആരും നമ്മൾ തുടങ്ങിയതല്ലേ ഉള്ളൂ. ഇപ്പം തന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ വീട്ടിൽ ഈ വേണ്ട പറഞ്ഞ ഫ്ലോയില് നല്ലത് വരുമ്പോഴും വേണ്ട, അതുകൊണ്ട് എല്ലാം വേണമെന്ന് പറയും. നമുക്കൊന്നും അങ്ങനെ വലിയ സ്വന്തക്കാരത്തൊന്നും അല്ലല്ലോ. ഈ അനശ്വര ഏകചിത്രത്തിന് ശേഷം സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്ന സിനിമകൾ അവരൊറ്റയ്ക്ക് കൊണ്ടുവന്ന സിനിമകളുടെ എണ്ണം ഒരുപാട് കൂടിയിട്ടുണ്ട്. ബന്ധു ഇപ്പൊ വ്യസന സമയത്തിന് അതിനെന്ത് മാറ്റം ഉണ്ടാവുന്ന അസീസൊക്കെ വിചാരിക്കുന്നത്? അല്ല, ഇപ്പം ഞാൻ ഇപ്പൊ പറഞ്ഞു നമ്മളെ പൈങ്കിളി എന്ന് പറഞ്ഞ സിനിമ അനശ്വര. അപ്പൊ അതിനേക്കാളും ഭയങ്കര ഡിഫറൻസാണ് ഇതിനകത്ത് അനശ്വര ചെയ്തിരിക്കുന്നത്. കാരണം അതില് അറിയാലോ അനശ്വര കുറച്ച് ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് അതല്ല, ഇത് വേറൊരു ഭയങ്കര വ്യത്യസ്തമായിട്ടൊരു ക്യാരക്ടറാണ് അനശ്വര ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. നല്ലതാണ്. ഇന്നലെ ഞാൻ പറഞ്ഞു ഡയലോഗ് നമ്മളെ ട്രിവാൻഡ്രം ഭാഷ ഭംഗിയായിട്ട് അവിടെ അഭിനയിക്കാൻ വേണ്ടി ചെറുതായിട്ട്, പക്ഷെ ഇവിടെ ഡബ് ചെയ്യുന്ന നേരത്തെ കറക്റ്റ് ഡബ് ചെയ്ത് ലിപ്പൊക്കെ ഒരു ട്രിവാൻഡ്രം ഭാഷയാണ് പടത്തിന്റെ കഞ്ഞാറമൂട് പിന്നെ അങ്ങനെ വരുന്ന ആ ഭാഗങ്ങളിലും ഭയങ്കര സംസാരം. സുരാജിന്റെ ആ സ്റ്റൈലാണ് പിടിച്ചേക്കുന്നത് എല്ലാവരും അല്ലേ ആ ഭാഷ. ഈ തിരുവനന്തപുരം ഭാഷ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെട്ടിട്ടേ പ്രിയദർശന സിനിമകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ട്രിവാൻഡ്രം ഭാഷ ഭയങ്കര തമാശയും മാറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ അടുത്ത് തൊട്ടിട്ട് അതല്ല, അതായത് സുരേഷേട്ടൻ പറയുന്നത് മാത്രമല്ല ട്രിവാൻഡ്രം സ്ലാങ് ആളുകൾ തിരിച്ചറിയാം. ആൾക്കാർ വിചാരിച്ചു വെച്ചേക്കുന്നത് അതാണ് തിരുവനന്തപുരം ഭാഷ എന്നാണ് വിചാരിച്ചു വെച്ചേക്കുന്നത് പലരും. അതൊരു തെറ്റിദ്ധാരണ തന്നെയായിരുന്നു തോന്നിയിട്ടില്ലേ? പിന്നെ തീർച്ചയായിട്ടും സുരാജ് പറഞ്ഞിട്ടുള്ള ബെഞ്ഞാറമ്മൂടത്തെ ഭാഷയാണ് അവൻ പറയുന്നത്. പിന്നെ തിരുവനന്തപുരത്ത് അല്ലാത്ത ആൾക്കാർ വിചാരിക്കുന്നത് ഇതാണ് തിരുവനന്തപുരം ഭാഷ എന്നാണ്. അതല്ല തിരുവനന്തപുരം ഭാഷ. അത് അങ്ങനെ കൂടെ ഭാഷ ആക്കാൻ വേണ്ടി കുറെ കൂടെ വലിച്ചു നീട്ടലും കുറെ ഒക്കെ കൊണ്ടുവരുന്നുണ്ടായി. കുറച്ച് കൂട്ടി പറയല്ല, കുറച്ച് കൂട്ടി പറയില്ല, ചിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ സംസാരിക്കുന്നവരുണ്ട്. ബോർഡർ ലൈൻ ഒക്കെ വരുമ്പോഴത്തേനെ ഈ നിങ്ങൾക്ക് ഉണ്ട് ഇതിൽ സ്ലാങ്ങുകൾ ട്രിവാൻഡ്രം സ്ലാങ് തന്നെയാണ്. ഞാനും അനശ്വരയാണ് ട്രിവാൻഡ്രത്ത് അല്ലാത്ത ആൾക്കാർ. ഞാൻ പത്തനംതിട്ട അനശ്വര
കണ്ണൂർ. അപ്പൊ ഞങ്ങൾക്ക് ആ സ്ലാങ്ങിലോട്ട് വരണമായിരുന്നു. അപ്പം ഡയറക്ടർ വിപിൻ ചേട്ടൻ നമുക്ക് വോയിസ് അയച്ചു തരും, നാളത്തെ സീനിന്റെ ഡയലോഗ്സുകൾ ട്രിവാൻഡ്രം ആക്കിയിട്ട് അയച്ചു തരും. അപ്പൊ അത് കേട്ടിട്ട് ഒക്കെയാണ് നമ്മള് പിന്നെ ഡബിങ്ങിനൊക്കെ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്ര ബുദ്ധിമുട്ടുള്ള എനിക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു. ജോമന്റെ ഒക്കെ ഭാഗത്തുള്ള എന്റെ വീടിനടുത്തായിരുന്നു ഷൂട്ട്. കറക്റ്റ് ഭാഷയായിരുന്നു എനിക്ക്. ഭാഷ. വാഴ 2 പറ്റിയിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. എന്താ നിങ്ങളുടെ പ്രതീക്ഷകൾ? വാഴ ഗംഭീരം. അത് വലിയ പടമല്ലേ നമ്മളെ വാഴ 2 വാഴ 1 ചെറുതായിരുന്നു. ഇത് ഭയങ്കര ബഡ്ജറ്റ്. അച്ഛന്മാരും മക്കളും എന്തെങ്കിലും രീതിയിലുള്ള ഇല്ല ഞങ്ങളെ റിലീസിന് കാണാൻ പോകുന്നു. ഇല്ല, അത് വാഴ 2 കുറച്ച് വലിയ സിനിമയാണ്. വലിയ സിനിമ ഞങ്ങൾ ഉണ്ടെന്നും ഇല്ലെന്നും അല്ല, അതിന്റെ ഒരു കൺഫർമേഷൻ ആയിട്ടില്ല. ഇപ്പം UK-ലും ഒക്കെ ഉണ്ട്, കുറച്ച് ജോർജിയ വേറെ സ്ഥലത്തൊക്കെ ഉണ്ട് ഷൂട്ട്. അപ്പം ഇച്ചിരി വലിയ ബഡ്ജറ്റിലും കുറച്ച് ഡേയ്സ് ഭയങ്കരമായിട്ട് കൂടുതലായിട്ടുള്ള ഒരു പടമാണ് വാഴ 2. അതെ, ജോർജിയയിൽ എന്തെങ്കിലും പരിപാടി നമുക്ക് പിടിക്കണം കേട്ടോ. ഈ സിനിമയുടെ അകത്ത് മരണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണല്ലോ. നമ്മളീ പലപ്പോഴും ഈ ഓരോ വർഷം അവസാനിക്കുമ്പോഴും അല്ലെങ്കിൽ പലപ്പോഴും പല വെബ്സൈറ്റിലൊക്കെ ഈ മരിക്കുന്നതിനേക്കാൾ മുമ്പ് കാണേണ്ട സിനിമകൾ, വായിക്കേണ്ട പുസ്തകങ്ങൾ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സെക്ഷനുകളും പങ്ക്തികളൊക്കെ വരുമല്ലോ. മരണത്തിന് മുമ്പ് നിങ്ങൾ അങ്ങനെ ചെയ്തിരിക്കണം, എനിക്കിത് ചെയ്തേ പറ്റൂ, അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹമാണ്. അതല്ല നമ്മളിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത്. എന്തെല്ലാം ആഗ്രഹമാണ്, പക്ഷെ ആഗ്രഹം നടന്നില്ല. എന്തെല്ലാം ഉണ്ട് ആഗ്രഹങ്ങളുണ്ടോ? മരിക്കുന്നതിന് മുമ്പെങ്കിലും ഒന്ന് നടന്നാണ്. അയ്യോ, നീ ചിന്തിച്ചോ? ചാനലിടിഞ്ഞു വീഴുമൊക്കെ പറഞ്ഞു. ചാനൽ ഇടിഞ്ഞു വീഴും. ഒരെണ്ണം ഞാൻ ഇപ്പോഴും അത് ആഗ്രഹിച്ചേ ഉള്ളൂ. ഇപ്പോഴും അതിനകത്ത് പറയാൻ പറ്റുമോ? അല്ല, വളരെ പോസിറ്റീവായിട്ട് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ എന്താ ലൈഫ് ടൈം ആഗ്രഹം? മരിക്കുന്നതിനൊക്കെ എന്ത് മരിക്കുക, അത്രേ ഉള്ളൂ. ഞാൻ മുമ്പ് ഒരു ആഗ്രഹം മരിക്കുന്ന മുമ്പ് എന്താഗ്രഹിക്കാം? മരിക്കരുതേന്ന് ആഗ്രഹിക്കാം. ജോബി പറഞ്ഞ് മരിക്കുന്നതിന് മുമ്പ് ഈ ഇന്റർവ്യൂ തീർന്നാ കൊള്ളാം. ഇങ്ങനെ ചിരിച്ചോണ്ടിരുന്ന കുറവാണ് ആൾക്കാരെ കൊല്ലാൻ വേണ്ടി ചോദ്യം ചോദിക്കുന്നതാണ്. അല്ല, അവസാനം അറിയണ്ടത് എന്റെ ആഗ്രഹമാണ് അറിയണ്ടത്. എന്തായാലും ഈ ചിരിയും മരണ വീട്ടിലെ ചിരിയും ഒക്കെ പ്രേക്ഷകരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യട്ടെ. സിനിമ വിജയമാവട്ടെ. നിങ്ങൾക്കൊക്കെ അടുത്തടുത്ത ഘട്ടങ്ങളിലേക്കുള്ള വേഷങ്ങൾ ഓൾറെഡി വേഷമുണ്ട്. ഇവർക്ക് ആശംസ കൊടുത്താൽ വഹിച്ചേട്ടന് ദൈവം സഹായിച്ച ഒരു മാറ്റം ഉണ്ടാവാതിരിക്കട്ടെ. അത് ഒരിക്കലും ഉണ്ടാവില്ല. നേരത്തെ ഒരുപാട് നന്ദി. നമസ്കാരം. ഓക്കെ, താങ്ക് യു സർ.